ഹായ് ഓൾ, ഭരണഘടനയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മൗലികാവകാശങ്ങളുടെ ഉപസമിതിയുടെ തലവൻ ആരായിരുന്നു? മൗലികാവകാശങ്ങളുടെ ഉപസമിതിയുടെ തലവനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പു നൽകുന്നത് മൗലികാവകാശങ്ങളിലൂടെയാണ്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലികാവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം മൗലികാവകാശമാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3 ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ടിന്റെ ചെയർമാൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928 നെഹ്റു റിപ്പോർട്ട്. ഇതിന്റെ ചെയർമാൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1978 44 ഭേദഗതിയിലൂടെയായിരുന്നു സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമായിരുന്നു. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7. ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ ഇപ്പോൾ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം 6. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും ഇതിൽ പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും
പ്രത്യേക പരിഗണന നൽകണം. ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, തൊട്ടുകൂടായ്മ എന്നിവയെ പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി തുടങ്ങുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനം, തൊട്ടുകൂടായ്മ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 പദവിനാമങ്ങൾ നിർത്തലാക്കൽ. അക്കാദമിക് മിലിറ്ററി ഒഴികെയുള്ള പദവിനാമങ്ങൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് ആർട്ടിക്കിൾ 18 പ്രതിപാദിക്കുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. അനുച്ഛേദം 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം. ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(c) സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഡി സഞ്ചാര സ്വാതന്ത്ര്യം. ഡി സഞ്ചാര സ്വാതന്ത്ര്യം. ഈ ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ജി മാന്യമായ ഏതു തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. മാന്യമായ ഏതു തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(g). 19(f) എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. 19(f) സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു. 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തതുകൊണ്ടാണ് 19(f)നെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ലാത്തത്. 6 സ്വാതന്ത്ര്യങ്ങൾ: അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏതു തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 20 മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നും നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് കുറ്റവാളി. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താവുന്ന കൂടുതലായ ശിക്ഷയ്ക്കോ പിഴയ്ക്കോ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല എന്നും അനുശാസിക്കുന്നു. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ ഉള്ള അധികാരമില്ല എന്ന് ആർട്ടിക്കിൾ 20(2) പ്രകാരം പറയുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നത് ആർട്ടിക്കിൾ 20(3) പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, സ്വകാര്യതയ്ക്കുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ. നിയമത്താൽ സ്ഥാപിക്കപ്പെട്ട നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഏതൊരാൾക്കും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ ഹനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതും ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണമെന്ന് അനുശാസിക്കുന്നു. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ആർട്ടിക്കിൾ 23 അടിമത്തം, മനുഷ്യക്കടത്ത് എന്നിവയുടെ നിരോധനം. ആർട്ടിക്കിൾ 23 അടിമത്തം, മനുഷ്യക്കടത്ത് എന്നിവയുടെ നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 23 അടിമത്തം, മനുഷ്യക്കടത്ത് എന്നിവയുടെ നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഈ 2 അനുച്ഛേദങ്ങളും ചൂഷണത്തിനെതിരായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 പ്രകാരം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം.
ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഒരു വ്യക്തിക്ക് തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ ഹൈക്കോടതിയെയും നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് തന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുമായി PS റിപ്പീറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19(1)(a). പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19(1)(a). 6 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86-ാം ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 21(a) പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ആർട്ടിക്കിൾ 14, 19, 21. ഭരണഘടനയിൽ സുവർണ ത്രികോണം എന്ന് വിശേഷണമുള്ള ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 14, 19, 21. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നത്. അവിഭക്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗബലം എത്രയായിരുന്നു? ഓപ്ഷൻ എ 389. അവിഭക്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗബലം 389. വിഭജനത്തിനു ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ സി 299. വിഭജനത്തിനു ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങളാണ് പ്രവിശ്യകളിലെ പ്രതിനിധാനം ചെയ്തിരുന്നത്? പ്രവിശ്യകളെ പ്രതിനിധാനം ചെയ്ത് 229 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. അവിഭക്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗബലം 389 ആയിരുന്നു. വിഭജന ശേഷം ഇത് 299 ആവുകയും സ്വതന്ത്ര ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രവിശ്യകളിൽ പ്രതിനിധാനം ചെയ്തിരുന്നത് 229 അംഗങ്ങളുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളന വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി കോൺഗ്രസ് പാർട്ടി. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യയാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യയാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം ആനയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നം ആന. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജന ശേഷം ഇത് 15 കുറഞ്ഞു. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും അറിയപ്പെടുന്നത് നവംബർ 26. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവായ ആകെ തുകയാണ് 64 ലക്ഷം രൂപ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവായ ആകെ തുകയാണ് 64 ലക്ഷം രൂപ.
ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദവും 8 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദങ്ങളും 8 പട്ടികയും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ യുണൈറ്റഡ് പ്രൊവിൻസ് അല്ലെങ്കിൽ യുപിയിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ആകെ എത്ര സെക്ഷനുകൾ ഉണ്ടായിരുന്നു? 11 സെക്ഷനുകൾ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആകെ 11 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, കെ എം മുൻഷി, എസ് പി മുഖർജി, മഹാത്മാഗാന്ധി. ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ച തീയതി. ഓപ്ഷൻ എ 1950 ജനുവരി 24-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗങ്ങൾ ഒപ്പുവെച്ചത്. 284 അംഗങ്ങളായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒപ്പുവെച്ചത്. എത്ര കാലം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചത്? എത്ര കാലം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചത്? 2 വർഷം 11 മാസം 17 ദിവസം. ബി.ആർ. അംബേദ്കറിനെ കുറിച്ചുള്ള ചില പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ്. മഹാരാഷ്ട്രയിലെ മഹത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 1924 ജൂലൈ 20 ബോംബെയിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന സംഘടന സ്ഥാപിച്ചു. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ് എന്ന മുദ്രാവാക്യം ബഹിഷ്കൃത ഹിതകാരിണി സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അംബേദ്കറിന് മരണാന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വർഷം 1990-ലാണ്. അംബേദ്കറിന് മരണാന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വർഷം 1990-ലാണ്. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് മനുസ്മൃതി കത്തിച്ച വ്യക്തിയാണ് ബി.ആർ. അംബേദ്കർ. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് മനുസ്മൃതി കത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 7 പേരാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഡി പി ഗെയ്ത്താൻ, ബി എൻ മിത്തൽ. ഡി പി ഗെയ്ത്താൻ മരണശേഷം ടി ടി കൃഷ്ണമാചാരി അംഗമാവുകയും ചെയ്തു. ടി പി ഗെയ്ത്താന്റെ മരണശേഷം അംഗമായത് ടി ടി കൃഷ്ണമാചാരി. ബി എൻ മിത്തൽ രാജിവെച്ചതിനെ തുടർന്ന് അംഗമായത് എൻ മാധവറാവു. ബി എൻ മിത്തലിനു പകരം എൻ മാധവറാവു, ഡി പി ഗെയ്ത്താനു പകരം ടി ടി കൃഷ്ണമാചാരി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി.ആർ. അംബേദ്കർ ആണ്. ബി.ആർ. അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഡി പി ഗെയ്ത്താൻ, ബി എൻ മിത്തൽ എന്നിവരായിരുന്നു അംഗങ്ങൾ.